മോളെ ഇങ്ങനെ വീട്ടിൽ നിർത്തിയാ ശരിയാവോ പ്രതാപേട്ടാ? പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ ശേഷം ഇതുപോലെ കയറി ചെന്ന വീട്ടില് വഴക്കും തല്ലുമൊക്കെ ഉണ്ടാകുമ്പോ നമ്മുടെ വീടുകളിൽ വന്ന് നിൽക്കുന്നത് സാധാരണയാ. എന്ന് വെച്ച് പെൺകുട്ടികളുടെ വീട്ടുകാര് അത് നീണ്ടുപോകാൻ അനുവദിക്കത്തില്ല. നീണ്ടുപോരെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ മോൾക്ക് അവിടുത്തെ രീതികളൊന്നും പറ്റുന്നില്ലെന്നാ പറയുന്നേ. ആ എന്തായി പോനെ? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമുണ്ട്. എന്താ എന്താ മോക്ക് പറ്റിയേ? സാധാരണ പെൺകുട്ടികൾക്ക് ഈ സമയത്തുണ്ടാകുന്ന അസുഖം തന്നെ. അച്ഛനൊരു മുത്തച്ഛനാവാൻ പോവാ. എന്നിട്ട് മോടെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. സന്തോഷമുള്ള സമയത്തല്ലല്ലോ ഈ വാർത്ത കേൾക്കുന്നേ. അതുകൊണ്ടാ സന്തോഷമില്ലാത്തേ. അതെ, ഇനി വാശിയൊന്നും വേണ്ട കേട്ടോ. ഈ സമയത്ത് ദേഷ്യം കൂടുന്നതൊന്നും നല്ലതല്ല. നോക്കുമോളെ, മോള് വീട്ടിൽ വന്നപ്പോ മേഘന പറഞ്ഞത് മോക്ക് നെക്ലസ് വാങ്ങിക്കൊടുത്തത് ഉണ്ണിയല്ല കണ്ണനാണെന്ന്. അതിന്റെ പേരില മോള് പിണങ്ങിപ്പോയത്. അതോടെ എന്റെ മേഘനും വീണു മോളെ. എന്നുവെച്ചാ അതുപോലെയാ മോളുടെ ചേച്ചിയുടെ പ്രാക്ക്. മേഘൻ സത്യം പറഞ്ഞതുകൊണ്ട് അവനെ അവള് പ്രാഗി കാണും. ശ്രീമന്തിന് ഇപ്പൊ പറഞ്ഞത് നമ്മൾ ആരും ചിന്തിക്കാത്ത കാര്യ. അവക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട്. മനസ്സുരുകി എന്തെങ്കിലും പറഞ്ഞാ അത് അപ്പടി ഫലിക്കും. പിന്നെ അവളുടെ എതിർപക്ഷത്തുള്ള ആരാണെങ്കിലും അവരുടെ കാര്യം പോക്കാ. എന്തൊക്കെ പറഞ്ഞാലും ശരി, അവൾക്കിനി എന്തൊക്കെ നേട്ടങ്ങളുണ്ടായാലും ശരി, മോള് കേൾപ്പിച്ച പോലൊരു വാർത്ത അവൾക്ക് കേൾപ്പിക്കാൻ പറ്റുമോ പ്രതാപ? അവൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പറ്റുമോ? ആ, അത് ശരിയാ. അവൾ എന്നും കണ്ണന്റെ വീൽചെയറും തള്ളിയങ്ങ് നടക്കത്തേ ഉള്ളൂ. അതിനപ്പുറം ഒരു സൗഭാഗ്യം അവൾക്ക് കിട്ടാനും പോകുന്നില്ല. അപ്പോഴേ ഞാൻ പിള്ളേരെ കൊണ്ട് അങ്ങ് പോവാ. എന്റെ മോളെ ചെറുതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മേഘനെ ഐസിയുന്ന് മാറ്റുമ്പോ ഒന്ന് വിളിച്ചു പറയണം മാമേട്ടാ. ശരി, പോയിട്ട് വരാങ്ങളെ. ആന്റി അവനെ ആ കൊച്ചു ഒരുപാട് വിഷമിച്ചതാ. അതുകൊണ്ട് അവക്ക് ഇങ്ങനെ ഒരു നല്ല വാർത്ത കേൾക്കാൻ പറ്റിയത്. എന്നിട്ടും അവളുടെ മുഖത്തൊരു തെളിച്ചുമില്ലല്ലോ. എങ്ങനെ തെളിയാനാ? അനിയത്തെ നോക്കാനാണ് ചേച്ചിയെ പറഞ്ഞു വിട്ടത്, കണ്ടില്ലേ? എന്നിട്ടിപ്പോൾ അവള് കുടുംബത്തിലെ കൊച്ചമ്മയായി. മോളെ, വാമേട്ടൻ പറഞ്ഞാണ് സത്യം. ഈ ജന്മം ഇങ്ങനൊരു വാർത്ത ലക്ഷ്മിക്ക് കേൾപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെയുള്ളപ്പോ നിങ്ങൾ രണ്ടാളും എന്താ ചെയ്യണ്ടേ? ഇപ്പൊ വലിയ ആഫീസറായിട്ട് മുറിക്കകത്ത് കയറി ഇരിക്കല്ലേ? അങ്ങനെയുള്ളപ്പോഴേ നിങ്ങൾ അവിടെ ചെന്ന് മധുരം കൊടുത്തോണ്ട് വേണം ഈ വിവരം അവളോടും മോന്റെ ഏട്ടനോടും പറയാൻ. എന്നിട്ടേ മോള് വിജയിച്ച പെണ്ണിനെ പോലെ ഉണ്ണിയുടെ വീട്ടിലേക്ക് ചെല്ലണം. പിന്നീട് ഒരിക്കലും കുഞ്ഞിക്കാലി കാണാൻ പറ്റാത്ത ലക്ഷ്മിയുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ സംസാരിക്കണം. സന്തോഷം പ്രകടിപ്പിക്കണം. ഞാനിതൊക്കെ ഇവളോട് ഒരുപാട് തവണ പറഞ്ഞതാ. കണ്ണേട്ടനൊരു വലിയ പോരായ്മയുണ്ട്. അതുകൊണ്ട് കണ്ണേട്ടന്റെ ഭാര്യ ഇരിക്കുന്നിടത്തോളം കാലം ഏട്ടത്തിക്കൊരു അമ്മയാവാൻ പറ്റില്ല എന്ന്. അതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല. അതേ മോളെ, നിനക്ക് എന്താ മനസ്സിലാവാത്തെ? അതുപോലെ തന്നെ ഉണ്ണി, നിന്റെ ആ ഏട്ടത്തിൽ നിന്നുള്ള വിളിയുണ്ടല്ലോ, അത് വേണ്ട കേട്ടോ. അവളെ ലക്ഷ്മി എന്ന് വിളിച്ചാൽ മതി. അതിപ്പോ ഏട്ടന്റെ മുന്നിൽ വെച്ച് അങ്ങനെ വിളിച്ചാ? ഏട്ടനെ ഭയങ്കര പേടിയാ. വലിയ ഭയഭക്തി ബഹുമാനോ. പിന്നെ അവളുടെ പേര് വിളിച്ചു കഴിഞ്ഞാ ആകാശം ഇടിഞ്ഞു വീഴുമല്ലോ. ഉണ്ണിയേട്ടന്റെ ഈ സ്വഭാവം എനിക്കിഷ്ടപ്പെടാത്ത. പോട്ടെ മോളെ, ഇനിയിപ്പോ ആരെയും പണക്കാതെ മോള് ലക്ഷ്മിയെ കരയിച്ചുകൊണ്ടേയിരിക്കണം. അതിന് ഭഗവാൻ നിനക്ക് തന്ന അവസരം ഇത്. അത് നീ ഭംഗിയായിട്ട് ചെയ്ത ഒരു കാര്യം ഉറപ്പാ. എന്നെങ്കിലും ഒരു ദിവസം അമ്മയാവാനുള്ള ആഗ്രഹം കൊണ്ട് അവള് കണ്ണനെ കളഞ്ഞിട്ട് പോയിരിക്കും. ഇപ്പൊ തന്നെ കണ്ണേട്ടനെ ഓഫീസിൽ സ്റ്റാഫിന് വെച്ചിട്ടുണ്ട്. അവനൊപ്പം ഏത് നേരം ഒരു ചുറ്റല. കണ്ടോ, ഇപ്പോഴേ അവക്ക് ചാട്ടം തുടങ്ങി.
ഇനി ഓരോ ദിവസം കഴിയുന്നോറും അത് കൂടി കൂടിയേ വരത്തുള്ളൂ. എന്ന് വെച്ചാലേ അവിടെ എന്തെങ്കിലും വഴക്ക് നടക്കുമ്പോഴേ ഉണ്ണി തോറ്റുപോയി, മോള് തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞേ ഓടി മോള് സ്വന്തം വീട്ടിലേക്കോ മുത്തച്ഛിയുടെ വീട്ടിലേക്കോ വരികയല്ല വേണ്ടേ. അതിനു പകരം അവിടെ നിന്നുകൊണ്ട് അവളെ ഓടിക്കണം. മോളെ, ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ അവളെ ആ വീട്ടിൽ ഇത് പുറത്താക്കണം. പിന്നെ ലക്ഷ്മി എന്ന ശല്യം നിനക്കുണ്ടാവില്ല. അവളെ ഉയർത്തി കാണിച്ചുകൊണ്ട് കണ്ണൻ നിന്നെ വെല്ലുവിളിക്കൂല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.